കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി ജനറേറ്ററിലെ പുക ശ്വസിച്ച് കുട്ടികൾക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. കാഞ്ഞങ്ങാട്ട് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. 15-ലധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാരംഗ് സുരേഷ് നൽകും വിവരങ്ങൾ. സാരംഗ്, എന്താണ് സംഭവിച്ചത്? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി? പ്രജീഷ്, ഇന്ന് രാവിലെയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉണ്ടാവുന്നത്. കാസർഗോഡ് അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ തൊട്ട് പിറകിലായുള്ള സ്കൂളാണ് ലിറ്റിൽ ഫ്ലവർ സ്കൂള്. അവിടെ ഇത്തരത്തിൽ ആശുപത്രിയിൽ കറണ്ട് പോയ സമയത്ത് അവിടെയുള്ള ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ പുക പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാവുന്നത്. അവിടെ ഏറെ നാളായി തന്നെ പുകക്കുഴൽ ഇല്ലാത്തതിനാൽ തന്നെ പരിസരവാസികൾക്കൊക്കെ തന്നെ വലിയ തോതിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടി വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് പുക പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായത്. അത്തരത്തിൽ കുട്ടികൾക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് 15-ലധികം കുട്ടികളെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും അമ്മയും കുഞ്ഞും ആശുപത്രിയിലും തന്നെ പ്രവേശിപ്പിച്ചു. എന്തായാലും കുട്ടികളുടെ ആരോഗ്യനിലയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾ അപകടനിലയ്ക്ക് തന്നെ തരണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ വലിയ നടപടികളുമായി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സബ് കളക്ടർ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതീഷ്.